ഗൈസ്, ഞാനിങ്ങനെ രാത്രി കാക്കനാട് വഴി പോകുമ്പോഴാണ് ഈ എടച്ചിറയിൽ ഈ ഒരു ഷോപ്പാണിത്, ഐക്കോണിക് ഗിഫ്റ്റ് ഷോപ്പ്. നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ കുറേ ഹോട്ടൽസ് എടുക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ചവിട്ടി അങ്ങാട് നോക്കുമ്പോൾ അതേ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഡൈകാസ്റ്റ് കയറുള്ള കളക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അകത്ത് സാധനം ഉണ്ടെന്നത്. കയറുമ്പോൾ കാണുന്ന ഇതാണ്, റാക്ക് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഒരുപാടുണ്ട്. ഇവർ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതിനകത്ത് 5 പാക്കിൻ്റെ ഒക്കെ ഇടുമ്പോൾ ഫോർമുല 1 ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള കേസാണ് വെച്ചേക്കുന്നത് പറഞ്ഞത്. ഇവർ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്, പ്ലസ് ഫാൻസി, മെയിൻലൈൻ പ്ലസ് ഫാൻസി ആയിട്ട് ആണ് ഇവർ കൊടുക്കുന്നത്, ഷോപ്പായതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് എൻ്റെ കയ്യിൽ കാണാത്ത കളക്ഷൻസൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ അടുത്ത് ഇല്ലാത്ത, ഞാൻ ചിലതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുണ്ട്. കുറേ ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, മുകളിലോട്ട് ഇങ്ങനെ കിടക്കുവാണ്, ഒരു റാക്കായിട്ട് സെറ്റ് ചെയ്ത്. എനിക്ക് അങ്ങോട്ട് എത്തൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് ഫോർമുല ആണ്. ഞാനിത് കുറേ തപ്പിയിടുന്ന സാധനമാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് സാധനം കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല. കണ്ടോ, കാണുമ്പോൾ തന്നെ പിന്നെ മേടിക്കാൻ തോന്നും. കണ്ടോ, എല്ലാവർക്കും അറിയാമല്ലോ ഫോർമുലേൻ്റെ തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഇതാണ്ടോ, എല്ലാം ഇങ്ങനെ കണ്ട കുറേ ഫാൻസുകാർ വന്നതിന് അല്ലെങ്കിൽ കളക്ടേഴ്സ് വന്നതിന് ഉറപ്പായിട്ട് ഇത് 100 ഉണ്ടാവും. ഇത് ഷോപ്പ് ഞാൻ ചോദിച്ചപ്പോൾ ജസ്റ്റ് 3-4 ഡേയ്സ് ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഓരോന്ന് ഫോർഡ് GT, ഹൈപ്പർ കാറ്, ഗോഡമുറെ, പിന്നെ ഡോഡ്ജ് വൈപ്പർ എല്ലോ ഒക്കെ വരുന്നുണ്ട്. BM തന്നെ അടുത്തത്. പിന്നെ ഇതിനകത്ത് ഇവരെല്ലാം ഫാൻസി മാത്രമായിട്ടേ കൊടുക്കുള്ളൂ, അതായത് മീൻസ് മെയിൻ ലൈൻ പ്ലസ് ഫാൻസി ആയിട്ട് അത് സ്ട്രാപ്പ് ചെയ്ത് വെച്ചേക്കും അതിനകത്തെല്ലാം. പിന്നെ മസ്ഡ വരുന്നുണ്ട്. അതിൻ്റെ പുറയിലെ ഇത് ഫോർഡിൻ്റെ ഒരു വാനാണ് അത് കാണുന്നത്. പിന്നെ പോർഷെ 911 കിടക്കുന്നുണ്ട്. പിന്നെ BM മുകളിൽ കുറേയൊക്കെ കിടക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ BM നൈസാണ്, ഞാൻ നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബെൻലി വരുന്നുണ്ട്. ഇത് നിസാൻ്റെ സ്കൈലൈൻ ആട്ടോ സാധനം. പിന്നെ ഹോണ്ട, പിന്നെ എൻ്റെ സൈഡിൽ സൺ വരുന്നുണ്ട്, ജാഗോർ. ഇത് എല്ലാം ഇങ്ങനെ നമുക്ക് കണ്ടെടുത്ത് അങ്ങോട്ട് പുറത്തിടാൻ തോന്നും. പക്ഷേ ഞാൻ സമയമില്ലാത്ത കാരണം ഇതെല്ലാം ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ കണ്ടിട്ട് ഒരു വീഡിയോ ഇങ്ങോട്ട് എടുത്ത് വെച്ച്. ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു റാക്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് വെച്ചേക്കണം. കൂടുതലും ഞാൻ ഈ പറഞ്ഞ പോലെ റീൽസിലും ഷോർട്ട് വീഡിയോസിലൊക്കെ മാത്രമേ ഞാനിതിങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കതൊരു കൗതുകമായിട്ട് തോന്നിയായിരുന്നു. ആക്ച്വലി നിങ്ങളിതുപോലെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ഷെയർ ചെയ്യട്ടോ, എവിടേക്കാണ് കിട്ടുന്നതെന്ന്. കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് എടുത്ത ഫോട്ടോസ്. McLaren F1, ടോപ്പിയ, ബെൻലി, ഡോഡ്ജ് വൈപ്പർ, നിസാൻ സ്കൈലൈൻ, അത് നല്ല സുഖമാണ്. സിവിക്ക് വരുന്നുണ്ട്. പിന്നെ 25 പാഡ്, BM, ബാറ്റ്മാൻ, ഹൈപ്പർ കാർ. ഇതുപോലെ കുറച്ചധികം ഡൈകാസ്റ്റ് കാറുകളുണ്ട്. മെറ്റൽ കാർസാണ് വരുന്നത്. നമുക്ക് കണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് പോകും. കുറേ ടോയ്സൊക്കെ ഉണ്ട് ഇവരുടെ അടുത്ത്. അത് ഫുള്ള് അവർ സെറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ടാണ് വെച്ചേക്കുന്നത്. കണ്ടത്തിന് ആരായാലും പുറത്തുനിന്ന് കൊണ്ട് കയറിപ്പോവും. അതുപോലെ കണ്ടോ, ലേഡീസ് വന്നാലും പിള്ളേരൊക്കെ വന്നാലും ഉറപ്പായിട്ടും പൊക്കിക്കൊണ്ടും പറയും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറച്ച്